ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം ചൂടുപിടിക്കുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ സജീവമാണ്. മഹാസഖ്യത്തെ കടന്നാക്രമിക്കുകയാണ് BJP. ജംഗൽ രാജിലേക്ക് തിരിച്ചുപോകാൻ ബീഹാറിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് BJP പറയുന്നത്. വഞ്ചകരുടെയും കൊള്ളക്കാരുടെയും തന്ത്രങ്ങൾക്ക് മുന്നിൽ ബീഹാറിലെ ജനങ്ങൾ ഇനി വീഴില്ല എന്നും അവർ ആരോപണം ഉന്നയിക്കുന്നു. സീറ്റ് വിഭജനം പൂർത്തിയായില്ലെങ്കിലും പ്രചരണം ശക്തമാക്കുക തന്നെയാണ് പ്രതിപക്ഷ സഖ്യവും. കൂടുതൽ ദേശീയ നേതാക്കളൊക്കെ ബീഹാറിലേക്ക് എത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ സീറ്റ് വിഭജനം മഹാസഖ്യത്തിൽ പൂർത്തിയായിട്ടില്ല. ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി തിങ്കളാഴ്ചയാണ്. അന്നേക്കുള്ളിൽ ഇതെല്ലാം പൂർത്തിയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണമൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ സീറ്റ് വിഭജനം പൂർത്തിയായിട്ടില്ല. പക്ഷേ ബീഹാർ അങ്ങ് ആക്റ്റീവായി തുടങ്ങിയല്ലേ ഇരു മുന്നണികളും? ശ്രീജ, ഗുഡ് മോർണിംഗ്. ഏതായാലും ബീഹാറിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ, അതായത് മഹാസഖ്യത്തെ സംബന്ധിച്ച് പൂർത്തിയാക്കാൻ 2 ദിവസം മാത്രമാണ് ബാക്കി. എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അവർ ഉദ്ദേശിക്കുന്നത്. തിങ്കളാഴ്ചയോടുകൂടി തന്നെ ബീഹാറിലെ നാമനിർദ്ദേശ പത്രിക പൂർത്തിയാക്കേണ്ട സമയമാണ്. രണ്ടാം ഘട്ടത്തിലെ 122 സീറ്റിലേക്ക് സമർപ്പിക്കാനുള്ള അവസാന തീയതി 20-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് നടപടികൾ പൂർത്തിയാക്കണം. ഈ കൂടിയാലോചനകളെല്ലാം തന്നെ അവസാനിപ്പിക്കണം. ഏകദേശ ധാരണയിലേക്ക് മഹാസഖ്യം എത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. 140 സീറ്റ് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ RJDയുടെ സീറ്റ് വിഭജനമെങ്കിൽ ഇപ്പോൾ 135 സീറ്റ് RJD മത്സരിക്കുമെന്ന വിവരം പുറത്തു വരുന്നുണ്ട്. 60 സീറ്റ് കോൺഗ്രസ് എന്ന നിലയിലേക്കാണ് വരുന്നത്. കോൺഗ്രസ് നേരത്തെ 70 കഴിഞ്ഞ തവണ മത്സരിച്ച അതേ സീറ്റുകൾ വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഈ ഒന്നാം ഘട്ടത്തിലും അതുപോലെ തന്നെ മറ്റു ചില സീറ്റുകളിലും ധാരണയായതുകൊണ്ടാണ് 48 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി, അതുപോലെ തന്നെ VIP, അതുപോലെ തന്നെ ഈ ഇടത് സഖ്യം, ഇവർക്കൊക്കെ തന്നെ എത്ര സീറ്റുകൾ ലഭിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ തന്നെ VIP ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജയസാധ്യതയുള്ള സീറ്റുകൾ നൽകണം. കഴിഞ്ഞ തവണ നൽകിയതുപോലുള്ള സീറ്റുകളാണെങ്കിൽ മറ്റു നിലപാടുകളിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ചില നീക്കങ്ങൾ, അത്തരം ചില പ്രതിസന്ധികൾ ഈ മുന്നണിക്ക് മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തന്നെ. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് 55 മുതൽ 60 സീറ്റ് വരെ ആയിരിക്കും ഒരുപക്ഷെ കോൺഗ്രസിന് ലഭിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഒരു ധാരണയിലേക്ക് എത്തുന്നത്. ഏതായാലും RJDയെ മുൻനിർത്തി തന്നെ മുന്നോട്ട് പോകാൻ കോൺഗ്രസ് സഖ്യം തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായി ഉയർത്തി മുന്നോട്ട് പോകുമെന്ന് കോൺഗ്രസിന്റെ MP തന്നെ നിലപാടെടുത്തിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾക്കും അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അധികാരത്തിലേക്ക് എത്തിയാൽ തേജസ്വി യാദവ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ മഹാസഖ്യത്തിൽ വലിയ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പക്ഷേ അധികാരത്തിലേക്ക് എത്തണമെങ്കിൽ ഒന്നിച്ച് മുന്നോട്ട് പോകണം. അതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറുവശത്ത് നോക്കിയാൽ വളരെ കൃത്യമായ നീക്കങ്ങൾ BJPയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ആ നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ തന്നെ ദേശീയ നേതാക്കൾ ബീഹാറിലേക്ക് കളം പിടിച്ചിരിക്കുന്നു. ഇന്നലെ അമിത്ഷാ ബീഹാറിലെത്തി വളരെ നിശിതമായ വിമർശനമാണ് RJDക്കും കോൺഗ്രസിനും എതിരെ തന്നെ ഉയർത്തിയത്. പല ആരോപണങ്ങളിലും ബീഹാറിലെ ജനങ്ങൾ കണ്ടതാണ്. അവരതിനെല്ലാം തള്ളിക്കളയും എന്നുള്ളതാണ് അമിത്ഷാ പറഞ്ഞത്. ജംഗിൾ രാജായിരുന്നു കഴിഞ്ഞ കുറെ കാലമായി, അതായത് ഈ സർക്കാർ വരുന്നതിന്, NDA സർക്കാർ വരുന്നതിന് മുൻപേ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് NDA സർക്കാർ വരുമ്പോൾ വികസന പാതയിലേക്ക് സംസ്ഥാനത്തെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഇനി വീണ്ടും ജംഗിൾ രാജിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണമോ എന്ന് ചിന്തിക്കൂ എന്നുള്ളതാണ് ബീഹാറിലെ ജനതയുടെ അമിത്ഷാ പറഞ്ഞത്. സ്വാഭാവികമായും ജനങ്ങൾക്കിടയിലേക്ക് അത്തരം അതിനു മുൻപുണ്ടായിരുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയുള്ള ചില നീക്കങ്ങളാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഓരോ മണ്ഡലവും കൃത്യമായി പഠിച്ചു തന്നെയാണ് BJP മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ച്, NDA സഖ്യത്തെ സംബന്ധിച്ച് ആദ്യം ഉണ്ടായിരുന്ന ഒരു ആശങ്കയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്കറിയാം, വോട്ടർ അധികാര യാത്ര, ബീഹാർ അധികാര യാത്ര, ഈ 2 യാത്രകൾ പ്രതിപക്ഷം നടത്തിയതാണ്. രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ തേജസ്വി യാദവും നടത്തിയതാണ്. ഈ സമയത്ത് BJPയെ സംബന്ധിച്ച്, NDAയെ സംബന്ധിച്ച് ഒരുപക്ഷെ ജനങ്ങളുടെ പിന്തുണ കൂടിയേക്കാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് അവർ ആശങ്കപ്പെട്ടിരുന്നു. പക്ഷേ ആ സാഹചര്യം മാറി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സ്വാഭാവികമായും വലിയ തരത്തിലുള്ള തർക്കങ്ങൾ സീറ്റ് വിഭജനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടായതോടെ ഈ ആദ്യം ഉണ്ടായിരുന്ന ഒരു മുൻതൂക്കം ഇല്ലാതായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് കൃത്യമായി തടയിടാൻ BJPയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്കുള്ള പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം. എങ്കിലും ഈ ഘട്ടത്തിൽ NDAയെ സംബന്ധിച്ച്, നിലവിലുള്ള സർക്കാരിനെ സംബന്ധിച്ച് ആശങ്കയില്ല എന്നുള്ളതാണ് അവർ അവകാശപ്പെടുകയും ചെയ്യുന്നു. ശ്രീജ.